UGC നെറ്റ് പേപ്പർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് സർവേ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2024 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവേയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ സാമ്പിളിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സർവേ റിസർച്ച്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെല്ലാമാണ് ശരി, ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. 3 ഉത്തരങ്ങൾ ശരിയാണെന്ന് നമുക്ക് 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതോ ഒരു 3 ഉത്തരങ്ങൾ ശരിയാണ്, ഏതോ ഒന്ന് തെറ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ആൻസേഴ്സ് ദാറ്റ് റെസ്പോണ്ടൻറ്റ് ചൂസസ്. അപ്പോൾ ഇത് ശരിക്കും നമുക്കറിയാം, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ് നമുക്ക് വ്യക്തമായിട്ട്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരിക്കും. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കെയിലിംഗ് മെത്തേഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും എന്താണ് ഇപ്പോൾ ഡു യു ലൈക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ എന്താണ് യുവർ സെക്സ് മെയിൽ ഓർ ഫീമെയിൽ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കെയിലിംഗ് മെത്തേഡ് 1 2 3. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാനുണ്ടാവും. 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 2. അതൊക്കെ ഒരു തരത്തിലുള്ള ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടൻസിന് ഓപ്ഷൻ തരികയും അതിൽ നിന്ന് ചൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് വരുന്നത്. എ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, സെൻറ്റൻസ് നോക്കാം. ദ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ആൻസേഴ്സ് ദാറ്റ് എ റെസ്പോണ്ടൻറ്റ് ചൂസസ്. അപ്പോൾ ശരിക്കും ശരിയാണ് അല്ലേ. ഓപ്ഷൻ നമുക്ക് തരും, ചോദ്യം നമുക്ക് തരും. ചോദ്യം യെസ് ഓർ നോ ഓപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തരും. ആ ഓപ്ഷനിൽ നിന്ന് റെസ്പോണ്ടൻ്റ് എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ ഡിസൈറബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ്. എന്താണ് ഈ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്താണ് ഈ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറഞ്ഞാൽ? അത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സോഷ്യൽ ഡിസബിലിറ്റി ബയാസ് എന്ന് പറഞ്ഞാൽ. റിസർച്ചിൻ്റെ സമയത്ത് ഗവേഷകർ എന്ത് ചെയ്യും, ഡേറ്റ കളക്ട് ചെയ്യുന്ന, അതായത് റെസ്പോണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരു വ്യക്തി ഉത്തരങ്ങൾ നല്ല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അയാളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറയുന്ന ഇതിനെയാണെന്ന് പറയാം സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഈ വ്യക്തി നല്ലവളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരങ്ങൾ ബോധപൂർവമോ അല്ലാതെയോ നൽകുന്നതിന് എന്ത് പറയും, സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറയും. സർവേ റിസർച്ചിൽ സർവേ ചെയ്യുന്ന ആൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇയാളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യണം എന്ന പ്രതീക്ഷയോടുകൂടി, എക്സ്പെക്റ്റേഷനോടുകൂടി സത്യം മറച്ചു വെക്കുകയും തെറ്റായ ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നതിന് എന്ത് പറയും, സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറയും. ഇതിൻ്റെ 2 തരത്തിലുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് എഴുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഇറ്റ് ഹാപ്പൻസ് when people answer
survey questions in a way that makes them look good to other. Rather than telling absolute truth. അതായത് എന്താണ്, സത്യം മറച്ചു വെക്കുകയും തന്നെക്കുറിച്ച് നല്ലത് ആളുകൾ കരുതണമെന്ന് കരുതി തെറ്റല്ലാത്ത പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നതിനെ എന്ത് പറയും? ഈ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറയും. ഇനി പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ റിസർച്ചിൽ ഈ ബയാസ് പ്രധാനമായി 2 തരത്തിലുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ബയാസാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബയാസാണെന്ത്? സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റി. സെൽഫ് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി എന്ന് പറയും. രണ്ടാമത് ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. അങ്ങനെ 2 തരത്തിലുള്ള സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷനും ശരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ ഏതായാലും ശരിയാണ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ സോഷ്യൽ ഡിസെപ്ഷൻ പോസിറ്റിവിറ്റി ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ്. അടുത്തത് മറ്റേത് അതേപോലെ തന്നെ ഇംപ്രഷൻ മാനേജ്മെൻറ്റ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ്. അത് രണ്ടും ശരിയാണ്. വിശദീകരണം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. ചിലപ്പോൾ ഓപ്ഷനായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശരി ഉത്തരങ്ങളുടെ കൂടെ തെറ്റുത്തരങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടേമാണിത്. ഈ സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റിയും ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ടേം. അത് എവിടെയാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റുത്തരമാണെങ്കിലും ശരി ഉത്തരമാണെങ്കിലും പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇതിലൊന്നാണെന്ത്? സോഷ്യൽ ഡിസെപ്റ്റീവ് അല്ലെങ്കിൽ ഡിസെപ്ഷൻ ബയാസ്. സോഷ്യൽ അല്ല, സെൽഫാണ് കേട്ടോ. സെൽഫ് ഡിസെപ്റ്റീവ്. ഡിസെപ്ഷൻ എന്നും പറയാറുണ്ട്, ഡിസെപ്റ്റീവ് എന്നും പറയാറുണ്ട്. ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി. സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് പറയാം. രണ്ടാമതാണെന്ത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. ഇത് രണ്ടും സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസാണ്. ഇനി നമുക്ക് സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യക്തി തന്നെക്കുറിച്ച് നല്ലതാണ് മനസ്സിലാക്കുന്നത്. അയാളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ശരിക്കും ശരിയല്ല. അയാളെക്കുറിച്ച് അയാളുള്ളതിനേക്കാൾ നല്ലതായി മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. ശരിക്കും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അയാൾ കള്ളം പറയുകയല്ല ചെയ്യുന്നത്, അയാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനൊരു അധ്യാപകനാണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഒരു പൊളിറ്റീഷ്യനാണെന്ന് കരുതുക, പൊളിറ്റീഷ്യൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ആളുകൾക്കൊക്കെ സഹായം ചെയ്യുന്ന നല്ലൊരു പൊളിറ്റീഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ ആക്ച്വലി അല്ല, ആളുകൾക്ക് വേണ്ടത്ര സഹായങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഞാനത് പറയുകയും ചെയ്യും. അപ്പോൾ അത് ശരിക്കും എന്താണ്, ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയതും തെറ്റാണ്, ഞാൻ പറഞ്ഞതും തെറ്റാണ്. അതിന് സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി എന്ന് പറയും. അതായത് നമ്മൾ അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ നമുക്കുണ്ട്. നമ്മളൊരിക്കലും എന്തല്ല, കള്ളം പറയുന്ന ആളല്ല,
നമ്മൾ നമ്മളെ തന്നെ തെറ്റിദ്ധരിച്ചതാണ്. അതിനെന്ത് പറയും? സെൽഫ് ഡെസിപ്റ്റീവ് പോസിറ്റിവിറ്റി എന്ന് പറയും. എന്താണ് സെൽഫ് ഡിസിപ്റ്റീവ് പോസിറ്റിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വിശദീകരണം നമ്മൾ ഇവിടെ എഴുതാം കേട്ടോ. ദിസ് ഈസ് വെൻ a person honestly believes they are better than actually they are. Actually they are. അതായത് ആളുകൾ മനസ്സിലാക്കണം ഞാൻ യഥാർത്ഥത്തിലുള്ളതിനേക്കാളും നല്ല ആളാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ദേ ആർ ഇൻ ട്രൈങ് ടു ലൈ trying to lie to the researcher. ആക്ച്വലി അവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ജെനുവിൻലി ബിലീവിങ് ദാറ്റ് എന്താണ് ദേ ആർ ഗുഡ്. അതായത് ഇത്ര വിശദീകരിച്ചൊന്നും എഴുതേണ്ട, മനസ്സിലാക്കുക. ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിക്കും അതിന് സൂട്ടാണ്. പൊളിറ്റീഷ്യൻ പറയുകയാണ് ഞാൻ നല്ലൊരാളാണ്, നല്ല ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ആക്ച്വലി അയാൾ ആരല്ല? ആളുകളെ സഹായിക്കുന്ന ആളൊന്നുമല്ല. അയാൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് കരുതാം. അപ്പോൾ അത് സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റി എന്നാണ് അതിന് പറയാം. രണ്ടാമത്തെ ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. എന്താണ് ഇംപ്രഷൻ മാനേജ്മെൻറ്റ്? ഇത് ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അറിയാതെ സംഭവിച്ചതല്ല. ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്, ഇൻറ്റൻഷനലാണ്. ഒരാൾക്ക് അറിയാം അയാൾ മോശമാണെന്നുള്ളത്, പക്ഷെ അയാൾ എന്ത് ചെയ്യണം? അയാൾ നല്ല ആളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം. ഇവിടെ നമ്മൾ സർവേയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ പഠനങ്ങൾ പറയുന്നത്. സർവേൻ്റെ സമയത്ത് ഒരാൾ സർവേ ചെയ്യുന്ന സമയത്ത് സർവേക്ക് നൽകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ നല്ല കാഴ്ചപ്പാട് മാത്രം, അയാളുടെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രം പറയാം. അതിലൂടെ എന്തുണ്ടാവും? ഡേറ്റയിൽ ചേഞ്ച് വരും, ബയാസ് സംഭവിക്കും. ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് എന്ത് പറയുക? ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം. It is intentional. ഇൻറ്റൻഷനലാണ്, ബോധപൂർവം ചെയ്യുന്നതാണ്. ആളുകൾ ശരി എന്താണെന്ന് അറിയാം, പക്ഷെ എന്ത് ചെയ്യണം? അവർ അത് മറച്ചു വെച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. The person know the truth, but purposefully alters their answer to create
എ ഫേവറബിൾ ഇംപ്രഷൻ ഓൺ ദ റിസർച്ചർ. എ ഫേവറബിൾ impression on researcher. ഇവിടെ പറയുന്നത്, ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യാണ്, ബോധപൂർവമാണ് തെറ്റുത്തരം പറയുന്നത്. അത് അയാളെ ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ 3 ടോപ്പിക്കുകൾ നോക്കി. ഫസ്റ്റ്, എ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ആൻസർ ദാറ്റ് റെസ്പോണ്ടൻറ്റ് ചൂസ്. അതായത് റെസ്പോണ്ടൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉത്തരം ഉണ്ടാവും, അതിന് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ശരി പറഞ്ഞു. രണ്ടാമത് നമ്മൾ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, തൻ്റെ കുറിച്ച് നല്ലത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സർവേ ചെയ്യുന്ന ആൾക്ക് തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ സെൽഫ് ഡിസെപ്ഷൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആൾ അറിയാതെ സംഭവിക്കുന്നതാണ്, ഇംപ്രഷൻ മാനേജ്മെൻറ്റ് അറിഞ്ഞ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് 2, 3 ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോലെ. ഡി നമ്മൾ നോക്കിയില്ല. ഇൻ കീ ഇൻഫോർമെൻറ്റ് സാമ്പിളിംഗ് the researcher used the member of population of interest to actively recruit other. അതായത് ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് മെത്തേഡിൽ എന്ത് ചെയ്യാണ്, ഇൻഫോർമൻ്റായ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സാമ്പിളായിട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് മെത്തേഡിൽ റിസർച്ചർ എന്ത് ചെയ്യാണ്, പോപ്പുലേഷനിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യും, ആളിൽ നിന്ന് വേറെ ആളെ റിക്രൂട്ട് ചെയ്യും. അതായത് ആൾക്ക് പരിചയമുള്ള ഒരാളെ റിക്രൂട്ട് ചെയ്യും, അയാളുടെ പരിചയത്തിൽ വേറെ കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, അയാളുടെ പരിചയത്തിൽ വേറെ കുറേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ പോകും. ഇതിനെ സ്നോബോൾ സാമ്പിളിംഗ് എന്നാണ് പറയാം. സ്നോബോൾ സാമ്പിളിംഗ്, അല്ലാതെ എന്തല്ല ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്നല്ല, സ്നോബോൾ സാമ്പിളിംഗ് എന്നാണ് പറയാം. അപ്പോൾ ശരിക്കും ഉത്തരം തെറ്റാണ്. പക്ഷെ തെറ്റാണെങ്കിലും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ ഇൻഫോർമൻ്റ് വെട്ടിയിട്ട് സ്നോ ബോൾ എന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ശരിയായിരിക്കും. സ്നോബോൾ സാമ്പിളിംഗ്. ഇൻ കീ സ്നോബോൾ സാമ്പിളിംഗ് എ റിസർച്ചർ യൂസ് ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ആക്റ്റീവ്ലി റിക്രൂട്ട് അതർ. അപ്പോൾ അത് ശരിക്കും എന്താണ്, അത് തെറ്റുത്തരമാണ്, പക്ഷേ അതിൽ ശരി ഉത്തരമുണ്ട്. ഓക്കെ, ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സ്നോബോൾ സാമ്പിളിങ്ങിൻ്റെ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്താണ് ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഒരു എക്സ്പേർട്ടായ ഒരാളെന്ത് ചെയ്യാണ്, പഠനത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച്, ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് ഡീപ്പ് നോളജ് ഉള്ള ആളായിരിക്കും. അയാളെ പണി എന്താ വെച്ചാൽ അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യാം എന്നതാണ് അയാളുടെ പണി. അല്ലാതെ അയാൾ വേറെ ആളെ അലോട്ട് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന പ്രൊസീജിയർ ഇവിടെ ഇല്ല. ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് ഇല്ല. ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ് എന്നൊക്കെ ഇതിന് പറയും. മറ്റു ഒരുപാട് പേരുണ്ട്. ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്നാണ് സാധാരണ ഇതിന് പറയാം. അപ്പോൾ ഇവിടെ ശരിക്കും ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേഷകൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഡേറ്റ കളക്ട് അതായത് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളൊരു ഇൻസൈഡർ ആയിരിക്കും. ഒരു ആദിവാസി ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തരുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. ഒരു ട്രൈബിനെ കുറിച്ച് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ ട്രൈബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പുറത്തുള്ള ആളല്ലേ, അപ്പോൾ എനിക്ക് ട്രൈബ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ട്രൈബിൻ്റെ ഉള്ളിലുള്ള എക്സ്പേർട്ടായിട്ടുള്ള, നമ്മൾ ഭാഷയൊക്കെ സംസാരിക്കുന്ന, നമ്മളൊരു ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, റിക്രൂട്ട് ചെയ്യാണ് എക്സ്പേർട്ടായിട്ട്. അയാളെന്ത് ചെയ്യാണ്, അയാളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, നമുക്ക് ഡേറ്റ ശേഖരിച്ച് തരികയാണ് ചെയ്യുക. അതിനാണെന്ന് പറയാം ഈ ഇൻഫോർമൻ്റ് സാമ്പിളിംഗ് എന്ന് പറയാം.
അത് യഥാർത്ഥത്തിലല്ല, ഇതിൽ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുള്ളത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. അതായത് ഡി എന്ന് പറഞ്ഞത് സ്നോബോൾ സാമ്പിളിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എ, ബി, സി എന്നിവയാണെന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസാണ്. സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്, സെൽഫ് ഡിസെപ്ഷൻ, പോസിറ്റിവിറ്റിയും ഇംപ്രഷൻ മാനേജ്മെൻറ്റും. അത് നിങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതൊരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പ്രോബ്ലം എന്നല്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ചോദ്യമാണ്, വളരെ ഈസിയാണ്. ഇത് പറയുന്നത് എന്താണ്, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് വലുതുനിന്ന് ചെറുതിലേക്ക് എന്ത് ചെയ്യുക, ഇൻക്രീസിങ് ഓർഡറിൽ ഈ താഴെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്ത് ചെയ്യാം, എഴുതുക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു നമ്പർ, ഇപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ തന്നു, അങ്ങനെ പല പല നമ്പറുകൾ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള പല നമ്പറുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒക്കെ നമുക്ക് ഒന്ന് ചെറുതാണോ വലുത്, ഒന്ന് വലുതാണെന്ന് നമുക്ക് ഇതിൽ നോക്കിയാൽ പറയാൻ പറ്റില്ല അല്ലേ. ഇതിലിപ്പോൾ മീഡിയൻ ആണോ വലുത്, ഫസ്റ്റ് ക്വാർട്ടയിലാണോ വലുത്, 37th പെർസെൻറ്റേജിലാണോ വലുത്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എക്സാമിന് എന്താ ചെയ്യുക, ഇതിൻ്റെ ഒരു കോമൺ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ്. ഇതിനെന്ത് ചെയ്യാം, ഒരു സിംഗിൾ കോമൺ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ, ആദ്യം ഒരു സിംഗിളായിട്ടുള്ള വാല്യൂയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ എടുക്കാം. ഓപ്ഷൻ എ എന്താ പറയുന്നത്, 30, നമുക്കിതിനൊക്കെ അത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. 37th എന്താ പെർസെൻറ്റേജ്, 37th പെർസെൻറ്റേജ് എല്ലാത്തിനും നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 37th പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 37% എന്നതാണ് അർത്ഥം. അപ്പോൾ അത് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 37 നമുക്ക് കിട്ടി, ശതമാനം എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ്, അടുത്തത് നമുക്ക് ഫസ്റ്റ് ക്വാർട്ടയിലാണ്. ഫസ്റ്റ് ക്വാർട്ടയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ക്വാർട്ടയിൽ നമുക്കിവിടെ എഴുതാം. Q1 എന്നാണ് ബി. Q1 എന്നാണ് എന്ത് പറയാം, ഫസ്റ്റ് ക്വാർട്ടയിലിനെ വിളിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയണ തന്നെ ആയിരിക്കും, ക്വാർട്ടയിൽ. ക്വാർട്ടയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഒരു ഡേറ്റയെ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് പറയാം, ക്വാർട്ടയിൽ എന്ന് പറയാം. മുകളിൽ പറഞ്ഞ പെർസെൻറ്റേജ് ഓൾറെഡി നമുക്ക് അറിയണതാണ്, പെർസെൻറ്റേജ് നമുക്ക് അറിയണതാണ്. ഇവിടെ നമുക്ക് എന്താണ്, ക്വാർട്ടയിൽ ഡീവിയേഷനാണ്. ക്വാർട്ടയിൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒരു കൂട്ടം വിവരങ്ങൾ ഡേറ്റയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ എന്ത് പറയാം, നമ്മൾ എന്ത് പറയാം, ക്വാർട്ടയിൽ ഡീവിയേഷൻ, ക്വാർട്ടയിൽ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, നമുക്കിവിടെ 4 ക്വാർട്ടറുകൾ ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അത് 25%. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അത് 50%. തേർഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അത് 75%. ഈ ഫോർത്ത് ക്വാർട്ടർ ഉണ്ടെങ്കിൽ അത് 100% മാറും. ഓക്കെ, ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, 100%ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യല വേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാർട്ടയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വാർട്ടയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടയിൽ 75%. ഫസ്റ്റ് ക്വാർട്ടയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു കേക്ക് എടുക്കണം. ആ കേക്കിനെ 4ആയിട്ട് ഈക്വൽ പാർട്ടായിട്ട് വിധിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും, നേർപകുതി കിട്ടുമോ അതോ അതിൻ്റെ പകുതി കിട്ടുമോ? നമുക്ക് പകുതിൻ്റെ പകുതിയാണ് കിട്ടുക അല്ലേ, അതായത് 25%. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ശതമാനം എന്ത് എങ്ങനെയെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ 37%, രണ്ടാമത്തെ അപ്പോൾ എത്രയാണ് വരുന്നത്, 25%. 25 എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വാർട്ടയിൽ 25ആണ്. അപ്പോൾ 100ലേക്കാണ് നമ്മൾ 100%-ത്തിലാണല്ലോ നമ്മൾ കാണുന്നത്.
അപ്പോൾ 100% 4 ഭാഗങ്ങളാക്കി എന്തേ വരിക? 25, 50, 75, 100. അപ്പോൾ ഒരു പാട്ട് എപ്പോഴും എന്തേക്കാരം വരിക? 75 അല്ലേ? ഒരു പാട്ട് 75, മറ്റേ 25, മറ്റേ 25, 25, അങ്ങനെ 4 25 കൂടിയതാണല്ലോ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് ക്വാർട്ടയിൽ ശരിക്കും എത്രയാണ്? 25% നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ് അല്ലേ? മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ പറഞ്ഞാൽ നടുവത്തെ വാല്യൂ. ഫോർ എക്സാമ്പിൾ 1, 2, 3 ഇങ്ങനൊരു ശ്രേണി, ഒരു ഡാറ്റ നമുക്ക് കിട്ടിയെങ്കിൽ ഇതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നടുവത്തെ വാല്യൂ ആണ്. അപ്പോൾ ഏറ്റവും നടുവിലെ വാല്യൂവിനാണെന്ന് പറയാം മിഡ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഈ മിഡ് വാല്യൂവിന് രണ്ട് സൈഡിലും 2 ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് 50% മാർക്ക് കിട്ടി. 50% മാർക്ക് കിട്ടുമ്പോൾ 50% ഇല്ലാതായി ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് എവിടെ വരിക? കറക്റ്റ് സെൻറ്റർ പോയിന്റിലാണ് വരിക, അതായത് 50-ലാണ് വരിക. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് 50%ആണ് മീഡിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിൻ്റെ നേർപകുതിക്കാണെന്ന് പറയാം മീഡിയൻ എന്ന് പറയാം. അങ്ങനെ നേർപകുതി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 50 വരാം. അപ്പോൾ നമുക്ക് 25 വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. മീഡിയം മീഡിയം 50 ആണല്ലോ. മീഡിയം എന്ന് പറഞ്ഞാൽ നേർപകുതി അല്ലേ? നേർപകുതിക്ക് എന്ത് പറയും? 50 എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഒരു ആപ്പിൾ നമുക്ക് കിട്ടി. ഈ ആപ്പിളിനെ ഞാൻ 2ആയിട്ട് മുറിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 50% വേറെ ആൾക്ക് കൊടുത്തു, 50% ഞാൻ കഴിച്ചു. അപ്പോൾ 50%ആണ് നേർപകുതിയിൽ, നമ്മൾ വൃത്തത്തിലെ നേർപകുതിയിൽ കാണുന്നത് 50%ആണ്. അപ്പോൾ നമുക്ക് മീഡിയൻ 50%. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഒരു സാധനമാണ് തേർഡ് ഡിസൈൽ. തേർഡ് ഡിസൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനെ ഒരു വാല്യൂവിനെ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? ഡിസൈൽ എന്ന് പറയാം. ഓക്കെ, ഒരു വസ്തുവിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയും ഡിസൈൽ എന്ന് പറയും. അത് മറക്കരുത്. അത് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ എഴുതി തരാം, കാരണം അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി തേർഡ് ഡിസൈൽ. തേർഡ് ഡിസൈൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. It divides data into equal parts. അതായത് ഈക്വൽ പാർട്സ് അല്ല, 10 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ, മാറിപ്പോയതാണ്. ഇവിടെ ഡാറ്റ ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. 10 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഡാറ്റ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഡാറ്റ കിട്ടുക? 10%, 20%, 30%, 40, 50, 60, 70, 80, 90, 100 അങ്ങനെയാണ് നമുക്ക് ശതമാന കണക്കുകളൊക്കെ കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? തേർഡ് ഡിസൈൽ എന്നാണ് പറഞ്ഞത്. തേർഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒന്നാണെങ്കിൽ 10%, 2ആണെങ്കിൽ 20%, 3ആണെങ്കിൽ 30%, 4ആണെങ്കിൽ 40%, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് 3% എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേർഡ് ക്വാർട്ടയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ 30% എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൂന്ന് വാല്യൂ കിട്ടി, 4 വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? ഒന്ന് 37ആണ്, മറ്റേത് 25ആണ്, 50ആണ്, 30ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറ്റും. ഒന്ന് വരുന്നത് 25 ലെസ് ദാൻ 30 ലെസ് ദാൻ 37 ലെസ് ദാൻ 50. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ? ഓക്കെ,
അപ്പോൾ ചെറുതുനിന്ന് വലുതേക്കാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ചെറുതുനിന്ന് വലുതേക്ക് എഴുതുമ്പോൾ 25, 30, 37, 50 എന്നതാണ് അതിൻ്റെ ആൻസർ വരിക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആണെന്ന് ചോദിച്ചാൽ പ്രോബ്ലം അല്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. മാച്ച് ദ ഫോളോയിങ്, മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അതായത് ഇവിടെ നാം വിശദീകരിച്ചാൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, പി പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, വി ഫോർ വേരിയൻസ് ഓഫ് ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ, റിപ്പീറ്റഡ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ബൈനോമിനൽ എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യാണ്. ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടെയിലും വരാം. അതിനനുസരിച്ച് നമ്മൾ ഉത്തരം നൽകുന്നു. അതുപോലെ തന്നെ വേറെയും കുറേ എക്സാമ്പിളുകൾ നമുക്ക് ടെക്സ്റ്റിൽ കാണാൻ കഴിയും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ശരിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ട്രയൽ അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കാം. അതായത് ഞാൻ കോയിൻ ടോസ് ചെയ്യാം. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും ഉണ്ടാവുമല്ലോ. ഹെഡാണ് ഞാൻ പറഞ്ഞത്, ടെയില് വേറെ ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരാൾ എത്ര ടോസ് ഇടുന്ന സമയത്തും ഹെഡ് മാത്രമേ വീഴണുള്ളൂ. അപ്പോൾ ഹെഡ് വീഴുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലേ. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുണ്ട്? നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ്, ഇപ്പോൾ ആൺകുട്ടി ജനിക്കണം എന്ന് പറഞ്ഞു, പെൺകുട്ടി ജനിച്ചു, അങ്ങനെ കാഴ്ചപ്പാടൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിലില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ കുട്ടികൾ തോൽക്കണം എന്ന് പറഞ്ഞു പക്ഷെ ജയിച്ചു, ഇങ്ങനെ. അപ്പോൾ തോൽവി ജയം ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് എന്ത് പറയാം, ഈ കൺസെപ്റ്റ് പറയുന്നത് എന്ത്, പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന കൺസെപ്റ്റ്, ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് സാധനം എന്താണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വാരിയൻസ് ഓഫ് ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് ഈ ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ? അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ എഴുതിയിടാം ബോർഡിൽ കേട്ടോ, പ്രധാനപ്പെട്ടതാണ്. ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം മുതലേ. വാട്ട് ഈസ് ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ? ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമാണിത്. ഇത് നമ്മൾ ഒരു ബിഹേവിയർ, ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ എപ്പോഴും അവരെ മുമ്പിലുണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയാം, ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ മധുരട്ട ചായ ഉണ്ട്, മധുരടാത്ത ചായ ഉണ്ട്. അപ്പോൾ എൻ്റെ തീരുമാനമാണ് അത് മധുരട്ടതാണോ മധുരടാത്താണോ ഏതോ ഓപ്ഷൻ എടുക്കാനുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടാവും, മധുരമുള്ളത് മധുരമില്ലാത്തത്. അതുപോലെ തന്നെ മെയില് ഫീമെയിൽ. അതുപോലെ തന്നെ അവരുടെ അടുത്തൊരു ചെമ്പരത്തി ഉണ്ടായിരുന്നു, ചെമ്പരത്തി ഒരു കാരണമാണ്. അങ്ങനെ 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 കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് 2 ഉത്തരം ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങൾക്ക് കുട്ടി ജനിച്ചു എന്ന് അറിഞ്ഞു, നിങ്ങളുടെ മകളാണോ മകനാണോ? അപ്പോൾ മകൻ, ഈ 2 ഓപ്ഷനല്ലേ ഉണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. റിസർച്ചിലാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എന്താണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നിവിടെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് എഴുതാം. ദിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം
statistical term for a situation where an action is repeated അതായത് നമ്മളെന്താണ് രണ്ട് വാല്യൂ നമ്മൾ ഇതാ ദിസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ഫോർ എ സിറ്റുവേഷൻ വേർ ആൻ ആക്ഷൻ ഈസ് റിപ്പീറ്റഡ്. നമ്മൾ ഒരു ആക്ഷൻ എന്ത് ചെയ്യാണ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണേനാണ് ഇത് പറയാം റിപ്പീറ്റഡ് ഫോർ മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ അത് എഴുതി. ഓക്കെ. ആൻഡ് ഈച്ച് ടൈം ദർ ആർ ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ് അതും കൂടി ഉണ്ട്. ആൻഡ് ഈച്ച് ടൈം ദർ ആർ only 2 possible outcomes. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണത്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അതിന് 2 മീനിങ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. 2 മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2 അർത്ഥമുള്ള വാക്കുകൾ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, 2 അർത്ഥമുള്ള വാക്കുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ കുറച്ച് ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ്. ഇപ്പോൾ ഞാൻ എന്താണ് ഒരു കോയിൻ ടോസ് ചെയ്യാമെന്ന് കരുതാം. 7 പ്രാവശ്യം ഞാൻ എ എന്ന് പറഞ്ഞ ആൾ 7 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? 7 മണിക്കൂർ അല്ലെങ്കിൽ 7 ദിവസം. എങ്ങനെയാണ് നമുക്ക് 7 കൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. 7 മണിക്കൂർ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പി എന്ന് പറയാം പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഈ ലക്ഷ്യം നിറവേറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ. ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിൽ ആവാൻ സാധ്യത. ഇപ്പോൾ 3 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഒന്ന് എൻ പറഞ്ഞാൽ നമ്പർ. ഓക്കെ, ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എത്ര ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പി അല്ല പറഞ്ഞത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം. പി എന്ന് പറഞ്ഞാൽ പി സക്സസ്സിനാണെന്ന് പറയാം പി. ഇപ്പോൾ നമ്മൾ നറുക്കെടുക്കുന്ന സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവേ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആവാനുള്ള സാധ്യതയും ഫെയിൽ ആവാനുള്ള സാധ്യതയും ഈക്വൽ ആണല്ലോ. സക്സസ് ആവാനുള്ള സാധ്യതയ്ക്ക് പി എന്ന് പറയും, ഈക്വൽ ആവാനുള്ള സാധ്യതയ്ക്ക് ക്യൂ എന്നും പറയും. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ടോട്ടൽ 7 ടോട്ടൽ 7 0.3, അതായത് 30% ആൾക്കാരും എന്താണ് സക്സസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ 70% ആൾക്കാരും സക്സസ് ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 - p യൂസ് ചെയ്യും. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ 1 - p എന്നാണ്. അപ്പോൾ ഓരോന്നും 1 - p വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഐറ്റം എ നോക്കാം. ഐറ്റം എ വിശദീകരിക്കുകയാണ്. ഐറ്റം എ ഐറ്റം എയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ക്യൂ ഈക്വൽ ടു 1 - 0.3 സമം
ഇപ്പോൾ 0.73 1 കുറച്ച് കഴിഞ്ഞാൽ 0.07 എന്നാൽ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും, ഉത്തരത്തിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തതാണെന്ത്, ബി ഓപ്ഷൻ. അപ്പോൾ നമുക്ക് 0.07 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ എയിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് n തന്നിട്ടുണ്ട്, പിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി അല്ലേ. ഈ ടോട്ടൽ ഉപയോഗിച്ചത് n ആണ്. ടോട്ടൽ പരീക്ഷ എഴുതിയ കുട്ടികൾ n ആണ്. ജയിച്ച കുട്ടികൾ 30% അല്ലെങ്കിൽ 3 എന്ന് പറയാം. 0.03 എന്ന് പറഞ്ഞാൽ നമുക്ക് 30ലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചതാണ്. കൺവേർട്ട് ചെയ്താൽ കുറച്ചും കൂടി പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ 30% എന്ന് മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള 70% എന്ത്, ഫെയിലിയർ ചാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇക്വേഷൻ ആദ്യം q - 1 - p. അപ്പോൾ q = 1 - പിന്നെ എത്രയാണ് p എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, p എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 1 - 0.3 ഇൻറ്റു 0.3. അപ്പോൾ 0.3 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 0.7 എന്ന ആൻസർ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെ നമ്മൾ ചെയ്താൽ കിട്ടും. എന്താണ്, ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ ഇത് കിട്ടും. ഇതൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, n p കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് q കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് അറിയാം. എന്താണ് ഇവിടെ n ഇവിടെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലൊന്ന് q = 1 - p എന്ന് പറഞ്ഞതാണത് ഒന്നാമത്തെ ഇക്വേഷൻ. മറ്റൊന്നാണെന്ത്, വേരിയൻസിൻ്റെ ഇക്വേഷൻ. ഇത് മുമ്പ് നമ്മൾ സ്റ്റാറ്റ് ചെയ്ത നമ്മുടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്നതാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ n × p × q. വേരിയൻസ് ആണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്, ഈ വേരിയൻസ്. അപ്പോൾ ഇതിൽ ഏതാ ശരി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ശരിയാ നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ എനെ അങ്ങോട്ട് എടുത്തു. ഓപ്ഷൻ എനെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ എനെ എടുക്കുന്ന സമയത്ത് ഇവിടെ 7 ഓപ്ഷൻ എങ്ങനെ നമ്മൾ പറഞ്ഞ ഇവിടെ നോക്കിയാൽ മതി. എന്താണ്, n × p × q. n × p × q അങ്ങനെയല്ലേ വരുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 7 കിട്ടി, ഇൻറ്റു p എന്ന് പറഞ്ഞാൽ 0. q നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. q എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ കണ്ടെത്താൻ ഉള്ള ഇക്വേഷനാണ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ് മായ്ച്ചറിഞ്ഞു. ഓക്കെ, ഇവിടെ എഴുതാം. ഇവിടെ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ കാണേണ്ടത്. q നമ്മൾ കണ്ടെത്തണം. ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഇവിടെ 3 വാല്യൂസ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് n ആണ്, n വാല്യൂ. n എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഓക്കെ, ഇതവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് n, p, q എന്ന് പറഞ്ഞ 3 വാല്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, n അതുപോലെ തന്നെ p, q. ഓക്കെ, n, p, q. ഇത് ഓരോന്നും ആദ്യം മനസ്സിലാക്കണം. n എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ആ പ്രവർത്തനം ചെയ്തു, എത്ര പ്രാവശ്യം നമ്മൾ ആ ടാസ്ക് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ കോയിൻ 10 പ്രാവശ്യമാണ് ടോസ് ചെയ്തിട്ടുള്ളെങ്കിൽ
n 10 ആണ്. അപ്പോൾ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടും, ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടും. പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിനെയാണ് എന്ത് പറയാം, പി എന്ന് പറയാം. നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് പാസ്സാവുക ഫെയിൽ ആവുക എന്നുള്ള ഓപ്ഷൻ എടുക്കാം. പാസ്സാണെങ്കിൽ പി കിട്ടും, ഫെയിലാണെങ്കിൽ ക്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്, സക്സസ് റേറ്റ് തന്നിട്ടുണ്ട്. സക്സസ് റേറ്റ് പി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ക്യൂ നമുക്ക് തന്നിട്ടില്ല. അത് നമുക്ക് ഏത് വാല്യൂ എടുക്കാം. ഓക്കെ, ഇതിന് എടുക്കണമെന്നില്ല, ഇനി എ ബി സി എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ക്യൂ കണ്ടെത്തൽ എങ്ങനെയായിരിക്കും, ടോട്ടൽ 7 അപ്പോൾ അതിൻ്റെ 30%, 30% എന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, 0.3 എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താണ്, 30%. 30%നെ അത് കൺവേർട്ട് ചെയ്താണ്, അതായത് 30/100 0.3 എന്ന് പറയുന്നത്. അപ്പോൾ 30%. 30% പറഞ്ഞാൽ ബാക്കി 70% ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇക്വേഷൻ യൂസ് ചെയ്തത്, Q = 1 - P. ഓക്കെ, Q = 1 - P, അതാണ് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് Q കിട്ടും. Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാരിയൻസ് ആണ് കണ്ടെത്തേണ്ടത്. വാരിയൻസ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ വേരിയൻസ് ആണുള്ളത്, ഏതാണ് യോജിച്ചത് എന്നത് കറക്റ്റ് നമ്മൾ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വാരിയൻസിന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത്. ഏതാണ്, വേരിയൻസ് = n × P × Q. അപ്പോൾ ഇവിടെ നമുക്ക് n ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, പിയും കിട്ടിയിട്ടുണ്ട്, Q കിട്ടിയിട്ടില്ല. Q നമ്മൾ കണ്ടെത്തണം. Q കണ്ടെത്താൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് 1 - P എന്ന് പറയുന്നത്. 1 - P എന്ന് പറഞ്ഞാൽ Q കിട്ടും. അപ്പോൾ അങ്ങനെ അപ്പോൾ ക്ലിയർ ആയില്ലേ, Q എന്താ എങ്ങനെയാണ് കിട്ടുക എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി Q കണ്ടെത്തണം. Q കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ചോദ്യം എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ n തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, Q തന്നിട്ടില്ല. അപ്പോൾ Q കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ പ്രയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാം 1 - P. ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞാൽ 1 - 0.3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറത്തെ 0.7 കിട്ടി. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ 0.7 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വാരിയൻസ് കണ്ടെത്തണം. ഇതിലേതാണോ ശരി ഉത്തരം എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ എടുത്തു, അത് n × P × Q എടുത്തു. n എത്രയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, n എത്രയാണ്, 7 തന്നിട്ടുണ്ട്. P 0.3 കിട്ടി, Q 0.7 കിട്ടിയിട്ട്. അപ്പോൾ n 7 × 0.3 × 0.7. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണത് 1.47. അപ്പോൾ 1.47 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യാണ്. നമുക്ക് മായ്ച്ചളയാം, മായ്ക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യം 1 - P കാണുന്നു, രണ്ടാമത്താണ് പറയുന്നത് 1 - P. 1 - P എന്ന് പറഞ്ഞാൽ 1 - 0.4. 0.4 കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 0.6 കിട്ടി. ഇനി നമുക്ക് വാരിയൻസ് കാണാം. വാരിയൻസ് കാണാൻ വേണ്ടിയിട്ട് n × P × Q. അപ്പോൾ n എത്രയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്, n 5 ആണ്. അപ്പോൾ 5 × P എത്രയാണ്, 0.4 ആണ്. 4 × പിന്നെ നമുക്ക് Q കിട്ടിയത് 0.6 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടുക, നമുക്ക് എത്ര കിട്ടി, 5 × 0.4 × 0.6 1.20 കിട്ടും. അപ്പോൾ 1.20 അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുന്നു. ഇനി അതേപോലെ അടുത്ത പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യുന്നു. നമുക്ക് അടുത്ത കോളത്തിൽ ആദ്യം നമ്മൾ Q കണ്ടെത്തണം. Q കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം P എടുക്കുന്നു. 1 - 0.5, ഇവിടെ 0.5 തന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.5 1 - 0.5 പറഞ്ഞാൽ 0.5 തന്നെയാണ്. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5 തന്നെ കിട്ടി. ഇനി നമുക്കതിനെ വാരിയൻസ് കാണുന്നു. വേരിയൻസ് കാണുമ്പോൾ n × P × Q. അപ്പോൾ വേരിയൻസ് n എത്രയാണ്, ഇവിടെ നമുക്ക് 8 കിട്ടിയിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ 0.5 × 0.5.
അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2 ആയിരിക്കും. ഓക്കെ, 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിങ്ങനെയാണ് വരിക. പിന്നെ ലാസ്റ്റത്തെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഏതെങ്കിലും 2 ഓപ്ഷനേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്താ പറയുക, ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ ഫെയിൽ ആവും അല്ലെങ്കിൽ പാസ്സാവും, അല്ലെങ്കിൽ ഹെഡ് വീഴും ടെയിൽ വീഴും, സക്സസ് ആവും ഫെയിൽ ആവും. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വരുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ വരിക. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം, ജസ്റ്റ് ഒന്ന് എടുക്കാം. ഈ 4ാമത്തെ n എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ഒരാൾ കോയിൻ ടോസ് ചെയ്തു. n എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6 പ്രാവശ്യം അയാൾ കോയിൻ ടോസ് ചെയ്തിട്ടുണ്ട്. 6 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്ത സമയത്ത് P എന്ന് പറഞ്ഞാൽ സക്സസ് ആവാനുള്ള അല്ലെങ്കിൽ ഹെഡ് വീഴാനുള്ള സാധ്യത 0.6 ആണ്. അപ്പോൾ 0.6 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 0.6 എത്ര ശതമാനം? ഇത് നമുക്ക് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.6 എന്ന് പറഞ്ഞാൽ 60%. അത് നമുക്ക് അറിയുന്ന പ്രോബ്ലമാണ്. അതിന് 60 ശതമാനക്കണക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് 6%. അപ്പം ഇതിങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാക്കി എന്തുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ 60% എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് അല്ലേ? അപ്പോൾ ഫെയിലിയർ എത്ര ആയിരിക്കും? 40%. അപ്പോൾ 40% തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. അതായത് ഇവിടെ 1 - P എന്ന് പറഞ്ഞാൽ നമുക്ക് 40% തന്നെ കിട്ടുക. കാരണം P എത്രയാണ്? 6 അല്ലേ? 0.6. 1 - 0.6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.4. 0.4 എന്ന് പറഞ്ഞാൽ 40% തന്നെ. അപ്പോൾ ഇങ്ങനെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മനക്കണക്ക് കാണുകയും ചെയ്യാം, അല്ലാത്ത രീതിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയൊരു സംഭവമല്ല. സാധാരണഗതിയിൽ നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് 60% എന്താണ് ഫെയിലായി, 40% പാസ്സായിട്ടുണ്ടാവും. 50% ഫെയിലായി, അപ്പോൾ 50% പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ ശതമാനത്തിൽ നിന്ന് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ തീരൂല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ് ആണ്. അത് പ്രധാനപ്പെട്ടതാണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചു പോകണം. അതിൽ വരുന്ന സെൽഫ് ഡിസെപ്റ്റീവ് പോസിറ്റിവിറ്റിയും ഇംപ്രഷൻ മാനേജ്മെൻറ്റും നോക്കി വെക്കണം. രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ 3%-ൻ്റെ 4 വാല്യൂസ് കണ്ടല്ലോ. ഇവിടെ നമ്മൾ മീഡിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും 50% ആയിരിക്കും. കോട്ടയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിനെ 4 കഷ്ണമാക്കിയതായിരിക്കും. അപ്പോൾ 25 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡിസിൽ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിനെ 10 കഷ്ണങ്ങളാക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കാം. അത് പ്രധാനപ്പെട്ടാണ്. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പ്രോബ്ലം ബേസ്ഡ് കണക്കാണ്. അത് ഈസിയാണ്. ഇതിൽ നമ്മൾ ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ പറഞ്ഞു. ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണത്. എന്ത്? ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ 2 സാഹചര്യങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫെയിൽ ആവാം അല്ലെങ്കിൽ പാസ്സാവാം. അങ്ങനെ 2 സാഹചര്യങ്ങൾ ഉണ്ടാവുള്ളൂങ്കിൽ അതിനെന്ത് പറയും? ബൈനോമിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.